പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് പിതാവ് തരണം ചെയ്തത്? അതോടൊപ്പം പിതാവിൻ്റെ ഭാവി പരിപാടികൾ എന്തൊക്കെ? ഞാൻ അച്ഛനായ കാലം മുതലേ പ്രസംഗിച്ച് നടന്നിരുന്ന 5 കാര്യങ്ങളുണ്ട്. 1, ദൈവം എല്ലാം അറിയുന്നു. 2, ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. 3, ദൈവം അറിഞ്ഞുകൊണ്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ അത് ദൈവം അനുവദിക്കുന്നതാണ്. ദൈവം അനുവദിക്കുന്നതാണെങ്കിൽ അതൊരിക്കലും എൻ്റെ നാശത്തിനല്ല, എങ്കിൽ മകനെ പോലെ ഞാൻ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. പഴയ നിയമത്തിലെ ജോബിൻ്റെ കഥയായാലും, പരിശുദ്ധ അമ്മയുടെ സഹനമായാലും, പാദ്രി പിയോയുടെ സഹനമായാലും, അൽഫോൺസോ അമ്മയുടെ സഹനമായാലും, ഇതിനെയൊക്കെ ഞാൻ ഇതിലൂടെ കാണുകയും പ്രസംഗം പറയുകയും മറ്റുള്ളവർക്ക് ഉത്തേജനം കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ മറിച്ച് കാണുക എന്നുള്ളത് എനിക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ 5 കാര്യങ്ങളെ ഒരൊറ്റ വാചകത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് സഫർ സൈലൻ്റ്ലി ആൻഡ് സ്മൈൽ എന്ന് വെച്ചാൽ പുഞ്ചിരിയോടുകൂടി സഹനത്തെ സ്വീകരിക്കുക. ദൈവത്തിൽ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സഹനം തരുന്നത് ദൈവമാണ്. ഇത് നമ്മൾ മറക്കരുത്. സഹനം തരുന്നത് ദൈവമാണ്. വരുന്നത് പല വഴിയിലൂടെയാണ്. വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കരുത്. സഹനം വരുന്ന വഴികളിലേക്ക് നമ്മൾ കണ്ണു നട്ടാൽ നമുക്ക് ദേഷ്യം, പ്രതികാരം, വൈരാഗ്യം വരും. അതേസമയം തരുന്നത് ദൈവമാണ് എന്ന് വിശ്വാസത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ പ്രതിസന്ധിയെയും ബുദ്ധിമുട്ടിനെയും രോഗത്തെയും നേരിടാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകില്ല. ഇന്ന് ഞാൻ എൻ്റെ ഉടുപ്പിൻ്റെ കളറ് മാറ്റിയിട്ടുണ്ട്. ഇത് സഹനത്തിൻ്റെ അടയാളമാണ്. ക്രിസ്ത്യാനിക്ക് സഹനം ഉണ്ടാകും, പക്ഷേ ഈ വെള്ള നിറം എന്ന് പറയുന്നത് ഉത്ഥാനത്തിൻ്റെ അടയാളമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കോടതി വിധി വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ ദൈവം തരുന്ന സഹനത്തെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അന്തിമ വിജയം അത് ദൈവം നമുക്ക് തരും. അതുകൊണ്ട് കുടുംബജീവിതത്തിലായാലും, സന്യാസ ജീവിതത്തിലായാലും, ഏത് ജീവിതത്തിലായാലും, രാഷ്ട്രീയ ജീവിതത്തിലായാലും, ഏത് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീർച്ചയായിട്ടും വരും. അതില്ലാത്ത ജീവിതം ഇല്ല. പിതാവിൻ്റെ ഭാവി പരിപാടികൾ ഇനി എന്തൊക്കെയാണ്? 15 വയസ്സുള്ളപ്പോൾ ഞാൻ എന്നെ തന്നെ സഭയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ സഭയുടെ പ്രോപ്പർട്ടിയാണ്. ഇനി സഭ എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ ചെയ്യുക എന്നുള്ളതാണ്. എനിക്ക് എൻ്റേതായ ഭാവി പരിപാടികളൊന്നുമില്ല. സഭ എന്നോട് എന്ത് പറയുന്നു അത് ഞാൻ ആത്മനാ സ്വീകരിച്ച് ഞാൻ ചെയ്യും. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാം, എൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്ന കാലത്ത് ഈ തെറ്റായിട്ടുള്ള പ്രചാരണങ്ങൾ നടന്നപ്പോൾ ഞാൻ സത്യം ഇതാണ് എന്ന് പലരിലേക്കും എത്തിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞ വാക്യം ഇതാണ്: ഇത് ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കില്ല. സത്യം ഞങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ പണി. ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ജനങ്ങളെ ധരിപ്പിക്കണം, അത് ഞങ്ങളുടെ അജണ്ടയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാണോ മാധ്യമധർമ്മം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, പിതാവ് ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്താൽ മതി എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ അതാണ് മാധ്യമ ലോകം. അവിടെ സത്യം എന്താണ് എന്ന് പഠിച്ച് പറയാൻ ഷെക്കീന ചാനലിന് സാധിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് സന്തോഷം. ആരുടെയും മുഖം നോക്കാതെ ജനങ്ങൾ അറിയേണ്ട സത്യം അവരിലേക്ക് എത്തിക്കാൻ ഷെക്കീന ചാനലിന് സാധിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു.